മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ്. വരൂ, മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും. നിലമ്പൂർ നഗരസഭയുടെ പാത്തിപ്പാറ മുതിരി ഭാഗങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ ശുചിമുറി മാലിന്യങ്ങൾ തള്ളി. മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകളും പ്രവർത്തിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ഷാജഹാൻ പാത്തിപ്പാറയുടെ നേതൃത്വത്തിൽ നഗരസഭയിൽ പരാതി നൽകി. നിലമ്പൂർ പോലീസിലും പരാതി നൽകി. നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ റൂമിൽ സ്ഥാപിച്ചിട്ടുള്ള കൺട്രോൾ യൂണിറ്റിൽ ഈ ഭാഗത്തെ CCTVകൾ പ്രവർത്തനരഹിതമാണെന്നാണ് കാണിക്കുന്നതെന്നും ഇവർ പറഞ്ഞു. പാത്തിപ്പാറ മുതിരി ഭാഗങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർക്ക് ഏത് സമയവും ശുചിമുറി മാലിന്യം ഉൾപ്പെടെയുള്ളവ തള്ളാവുന്ന അവസ്ഥയിലാണെന്നും പ്രദേശവാസികൾ പറയുന്നു. മേഖലയിലെ പ്രധാന ജലസ്രോതസ്സായ കരിമ്പുഴയുടെ തീരങ്ങളിൽ ഉൾപ്പെടെയാണ് ശുചിമുറി മാലിന്യങ്ങൾ വ്യാപകമായി തള്ളിയിട്ടുള്ളത്. ഇന്ന് പുലർച്ചയ്ക്കാണ് ഈ വിഷയം കാണുന്നത്. ഈ കക്കൂസ് മാലിന്യം ഇത്തരം രൂപത്തിൽ രൂക്ഷമായി തള്ളി കാണുന്നത്. ഒരു 2 വർഷം മുന്നേ ഇതേമാതിരി നിങ്ങൾ തന്നെ വന്നിട്ട് ഇതൊക്കെ എടുത്ത് പേപ്പറിലും കാര്യങ്ങളും കേസും ഒക്കെ ആയതാണ്. മുനിസിപ്പാലിറ്റിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ നമ്മൾ കേസ് കൊടുത്ത് അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ പോയി. അന്ന് ഞാൻ പറഞ്ഞതാണ് ഈ ഒരു ഭാഗത്ത് ഈ റോഡും ഈ ഭാഗത്ത് ഒരു CCTV വെക്കണമെന്ന്. അത് അന്ന് മുനിസിപ്പാലിറ്റിയോടും മറ്റുള്ളവരോടും ഒക്കെ വളരെ വ്യക്തമായി പറഞ്ഞു. വീണ്ടും ഇതിങ്ങനെയാണ്. തനി ഒരു തന്തയില്ലാത്തരം എന്ന് തന്നെ പറയാം. സ്വന്തം ഈ കൃഷിയിടത്തിലും ഈ മേഖലയിലും ഇപ്പോൾ പയറ് വിഷുവാണ് വരുന്നത്, ഒക്കെ പൂവിട്ട് നിൽക്കാം. അതേമാതിരി വെണ്ട അപ്പുറത്തന്നെ ഇതിലേക്ക് ഇതേമാതിരി തട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക? നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ കരിമ്പുഴ സ്ഥിതി ചെയ്യുന്ന കരിമ്പുഴ വാർഡിലാണ് ഈ കക്കൂസ് മാലിന്യം തള്ളിയിട്ടുള്ളത്. 22-ാം തീയതി അർദ്ധരാത്രിയിലാണ് നിലമ്പൂർ പ്രദേശത്തെ വിവിധ ഇടങ്ങളിൽ പാത്തിപ്പാറ, കരിമ്പുഴ, മുതിരി, മൈലാടി, അകമ്പാടം വിവിധ ഇടങ്ങളിൽ ഒറ്റ രാത്രിയിലാണ് ഈ കക്കൂസ് മാലിന്യം തള്ളിയിട്ടുള്ളത്. നിലമ്പൂർ നഗരസഭയിൽ തന്നെ 3 സ്ഥലങ്ങളിലാണ് ഈ കക്കൂസ് മാലിന്യം തള്ളിയിട്ടുള്ളത്. ഇതിപ്പോൾ കരിമ്പുഴ വാർഡിൽ അകലെയാണ് നിലമ്പൂർ നഗരസഭ ലക്ഷങ്ങൾ മുടക്കി CC ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ക്യാമറയിൽ ഇവിടെ മാലിന്യം തള്ളിയ ഒരു വണ്ടിയുടെ വിഷ്വൽ പോലും തെളിഞ്ഞിട്ടില്ല. ആഴ്ചകളായിട്ടുണ്ട് ഇത് കംപ്ലൈൻ്റായി കടന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾ നഗരസഭയുമായിട്ട് ബന്ധപ്പെട്ട് രാവിലെ ഇവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അവിടെ നഗരസഭയുടെ ഓഫീസിലുള്ള TV-യിൽ ഈ മേഖലയിൽ മാലിന്യം തള്ളിയ മേഖലകളിൽ ബ്ലാങ്ക് ആയിട്ടാണ് ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ആഴ്ചകളായിട്ട് ഈ മേഖല സ്ഥിതി ചെയ്യുന്ന ക്യാമറകൾ കംപ്ലൈൻ്റായി കിടക്കല്. ഇതാരാണ് നന്നാക്കുന്നത്? നികുതി പണം കൊടുത്ത് ലക്ഷങ്ങൾ മുടക്കി മാലിന്യമുക്ത കേരളം എന്ന പദ്ധതിയിൽ നഗരം ശുദ്ധിയാക്കുന്നതിനും മാലിന്യം തള്ളുന്നതിനെതിരാണ് ഈ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ രീതിയിലുള്ള മാലിന്യം തള്ളിയിട്ട് അത് വീഡിയോ CC ക്യാമറയിൽ പോലും പെട്ടിട്ടില്ല, കംപ്ലൈൻ്റായാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ആരാണ് ഉത്തരവാദി? ഈ രീതിയിൽ പ്രവർത്തി ചെയ്യുന്നവരെ നിയമത്തിന് മുന്നിൽ എങ്ങനെ കൊണ്ടുവരും? ഇപ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങളിലെ CC ക്യാമറ പരിശോധിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ നഗരസഭയിലുള്ളത്. അപ്പോൾ ഇതിന് തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പിൽ വീഡിയോ തെളിവ് സഹിതം പരാതി, അതുപോലെ നിലമ്പൂർ സർക്കിൾ SIക്ക് രേഖാമൂലം എഴുതി, അതുപോലെ പ്രദേശവാസികളായ വീട്ടുകാരുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം ഈ പ്രവൃത്തി ചെയ്തവരെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. മുസമ്മിൽ, ഷഫീഖ്, മൂർഖൻ നിയാസ്, മുനീർ പാത്തിപ്പാറ എന്നിവരും ചേർന്നാണ് പരാതി നൽകിയത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.